Siblings in the faith, I am deeply honored by this invitation to participate in the 130th Convention of the Malankara Martoma Syrian Church. വിശ്വാസത്തിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 130ാമത് മാരാമൺ കൺവെൻഷൻ മഹായോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷവും ഭാഗ്യവുമായി ഞാൻ കണക്കാക്കുന്നു. It is truly glorious to witness the praise of God by so many of the people of God. ദൈവജനത്തിൻ്റെ ക്രിസ്തുവിലുള്ള സന്തോഷവും ആനന്ദവും കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. To the Most Reverend Dr. Theodosius Martoma, Metropolitan, the Right Reverend Dr. Isaac Mar Philoxenos, Episcopa, President of the Malabar Martoma Syrian Christian Evangelistic Association, the Reverend Abby K. Joshua, General Secretary, and all bishops and leaders of the Malankama Martoma Syrian Church. അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തായ തിരുമേനിയോടും സുവിശേഷ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനിയോടും സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എബി അച്ഛനോടും അഭിവന്യ എല്ലാ സഭാപിതാക്കന്മാരോടും എനിക്കുള്ള നന്ദിയും ആദരവും അറിയിക്കട്ടെ. Allow me to express how grateful I am for this opportunity to proclaim the gospel of Jesus Christ in this blessed place. ക്രിസ്തുവേശുവിലുള്ള സദ്വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ഈ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. I am especially grateful for my colleagues, Drs. Raj Nadella and Martha Morkish, for joining me on this wonderful journey and this blessed trip. I am honored to be in their presence as well. കൊളംബിയ തിയോളജിക്കൽ സെമിനാരിയിൽ എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ഡോക്ടർ രാജ് നഡെല്ലായോടും ഡോക്ടർ മാർത്ത മൂർഖീഷിനോടും എനിക്കുള്ള സന്തോഷം അറിയിക്കുന്നു. അവരുടെ സാന്നിധ്യവും സ്നേഹവും ഈ യാത്രയെ കൂടുതൽ ധന്യമാക്കി. I bring greetings from the students, faculty, staff, alumni, and the Board of Trustees of Columbia Theological Seminary located in Decatur, Georgia. ജോർജിയയിൽ പ്രവർത്തിക്കുന്ന കൊളംബിയ തിയോളജിക്കൽ സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. I have been given the immense honor to serve as the 11th president of this esteemed institution. വളരെ പ്രസിദ്ധവും വളരെ പ്രസക്തവുമായ ഈ ഒരു സ്ഥാപനത്തിൻ്റെ 11ാമത് പ്രസിഡന്റായി പ്രവർത്തിപ്പാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അത്യല്പമായ സന്തോഷമുണ്ട്. This is a theological and educational institution of the Presbyterian Church USA called to prepare pastor, leader, theologians for the renewal of the church and the transformation of the world. സഭയുടെയും സമൂഹത്തിൻ്റെയും രൂപാന്തരത്തിനും സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനുമായി പ്രസ്ബിറ്റേറിയൻ സഭ ആരംഭിച്ചിരിക്കുന്ന ദൈവശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനയാണ് കൊളംബിയ തിയോളജിക്കൽ സെമിനാരി. As we celebrate 197 years of existence, we believe in God's unconditional love for all creation. 197 വർഷത്തെ ഈ തീർത്ഥയാത്രയിൽ ദൈവം സകല സൃഷ്ടിയോടും ഉള്ള ദൈവത്തിൻ്റെ അനൽപമായ കാരുണ്യവും മനസ്സലിവും സ്ഥാപനയായി അനുഭവിക്കാൻ കഴിഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. And we humbly recognize our primary call is to glorify God and enjoy God forever. ദൈവത്തിൽ സന്തോഷിക്കുകയും ദൈവത്തിൻ്റെ വചനം സകല സൃഷ്ടിയോടും സുവിശേഷിക്കുക എന്നതാണ് ഈ സ്ഥാപനയുടെ പ്രഥമവും പ്രധാനവുമായ നിയോഗം. I also bring greetings from my beloved wife, Suzette, of 38 years, our 2 daughters, Kayla and Alyssa. പ്രഭാഷകന്റെ സഹധർമ്മിണിയുടെയും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെയും ആശംസകളും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. My son-in-law, Alex, and our 1-year-old granddaughter, Lena. എൻ്റെ മരുമകൻ്റെയും 1 വയസ്സ് പ്രായമുള്ള മകളുടെയും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. Friends, we will now read from the Gospel of Luke, chapter 6, verses 20 to 31,
which will serve as the foundation for the message today, the faithfulness of God. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ആണ് നാം ഇന്ന് ധ്യാനിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 20 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20 മുതൽ 31 വരെ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്: ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കാം. നിന്റെ പുതപ്പ് എടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. In this passage, Jesus is observed looking at the people around him. ഈ വേദഭാഗത്ത് തൻ്റെ ചുറ്റിലുമുള്ള ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. It is important to note that he is not only focused on his disciples, but rather he is aware of the diverse assembly of individuals present at that moment. യേശു ശ്രദ്ധിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ മാത്രമല്ല, തൻ്റെ ചുറ്റിലുമുള്ള വിവിധ ജീവിത അവസ്ഥകളിൽ, ജീവിത നിലകളിലുള്ള എല്ലാ മനുഷ്യരെയും കൂടെയാണ്. 3 distinct groups are gathered. ഇവിടെ 3 വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. The crowd, ജനക്കൂട്ടം, the disciples, ശിഷ്യന്മാർ, and the apostles. അപ്പോസ്തലന്മാർ. As Jesus gazes at these groups, he perceives a wide array of individuals. യേശു തൻ്റെ ചുറ്റിലേക്കും കണ്ണ് പായിക്കുമ്പോൾ കാണുന്നത് ജീവിതത്തിൻ്റെ വിവിധ നിലകളിലും അവസ്ഥകളിലുമുള്ള ഒരു മിശ്ര പുരുഷാരത്തെയാണ്. Including men, women, youth, children, the elderly, Jews and Gentiles. യഹൂദന്മാരും യവനന്മാരും പുരുഷന്മാരും സ്ത്രീകളും ദരിദ്രരും കുട്ടികളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു സമ്മിശ്ര ജനക്കൂട്ടം. Each of these groups has unique needs and circumstances that they seek to address through their interaction with Jesus. ഈ ജനക്കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന ആവശ്യങ്ങളും അനുഭവങ്ങളുമുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളെ ദൈവവുമായി, യേശുവുമായിട്ടുള്ള ഇടപെടലുകളിലും ഇടപാടുകളിലൂടെയും പരിഹരിക്കാമെന്നാണ് അവർ കരുതുന്നത്. The first group mentioned is the crowd, consisting of individuals from Judea, Jerusalem, and coastal regions
of Tyre and Sidon, as noted in verse 17. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഈ ജനക്കൂട്ടം യഹൂദ്യയിൽ നിന്നും യെരുശലേമിൽ നിന്നും സമുദ്രതീര പ്രദേശങ്ങളായ സോർ സീദോനിൽ നിന്നും വന്നവരാണ്. Their main reason for coming together was to hear Jesus speak, but their presence was driven largely by a practical need. They sought healing. അവരവിടെ വന്നത് യേശുവിൻ്റെ വചനം കേൾക്കാനാണ് എങ്കിലും അവരെ പ്രധാനമായും അങ്ങോട്ട് നയിച്ചത് അവരുടെ ജീവിതത്തിൻ്റെ ചില ആവശ്യങ്ങളാണ്. പ്രധാനമായും രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് അവർ കാംക്ഷിച്ചിരുന്നത്. Many in the crowd suffered from various illnesses and diseases. ഈ ജനക്കൂട്ടത്തിലുള്ള പലരും പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഉള്ളവരായിരുന്നു. While unclean or evil spirits tormented others. അതിൽ ചിലരെ അശുദ്ധാത്മാവും രോഗാത്മാവും ഒക്കെ ദണ്ഡിപ്പിച്ചിരുന്നു. Although the exact number of people in the crowd is not specified, it is clear that Jesus healed all who were present. എത്ര പേർ ആ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നില്ലെങ്കിലും അവിടെ വന്ന മിക്കവാറും എല്ലാ മനുഷ്യരും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചതായി നാം മനസ്സിലാക്കുന്നു. By addressing their physical ailments, Jesus provided them with relief. ശാരീരിക സൗഖ്യത്തിലൂടെ അവർക്ക് ദൈവം യേശു ഒരു വലിയ ആശ്വാസം നൽകുകയാണ്. Jesus contributed to their emotional well-being. യേശു അവരുടെ വൈകാരിക സൗഖ്യത്തിന് ഊന്നൽ നൽകുന്നുണ്ട്. And Jesus helped restore their place within their communities. അതിലൂടെ ഓരോരുത്തരും ഉൾപ്പെടുന്ന സമൂഹത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന സ്ഥാനത്തെ തിരികെ നൽകുകയാണ്. The second group was composed of disciples who devoted themselves to following Jesus. യേശുവിനെ അനുധാവനം ചെയ്യാൻ നിശ്ചയിച്ച് ഉറപ്പിച്ച് എത്തിയവരാണ് രണ്ടാമത്തെ വിഭാഗം. അവരെ നമുക്ക് ശിഷ്യന്മാർ എന്ന് പേർ വിളിക്കാം. Unlike mere listeners, disciples actively sought to learn from Jesus, aiming to absorb his teachings. സാധാരണ കേൾവിക്കാരെ പോലെ ജനക്കൂട്ടത്തെ പോലെയല്ല ഇവർ യേശുവിൻ്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുന്നതിനും കഴിയുന്നിടത്തോളം പരമാവധി അത് ജീവിതത്തിൽ സ്വാംശീകരിക്കണം എന്ന ലക്ഷ്യത്തോടെ എത്തിയവരാണ്. This learning process was essential for them as it empowered them to reshape their thoughts and behaviors in alignment with God's will. ഇത്തരം ഒരു ബോധന പ്രക്രിയയിലൂടെ അവർ കടന്നു പോകേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അവരുടെ ജീവിതത്തെയും പെരുമാറ്റത്തെയും യേശു ക്രിസ്തുവിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ദൈവഹിതത്തിന് അനുരൂപമാക്കുന്നതിന് അത് അത്യാവശ്യമായിരുന്നു. Through this transformative journey, disciples were equipped to live in accordance with the values and principles that Jesus exemplified. ഈ ഒരു രൂപാന്തരീകരണ യാത്രയിലൂടെയാണ് അവർ യേശുവിൽ വെളിപ്പെട്ട മൂല്യങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ സ്വയം സജ്ജരായത്. The third group comprised the newly appointed 12 apostles. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പുതുതായി അഭിഷേകം ലഭിച്ച അപ്പോസ്തലന്മാരാണ്. Individuals who Jesus Christ specifically chose to take on significant roles in the continuation of his mission. തൻ്റെ വിളിയെയും നിയോഗവും തൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷവും തുടരാൻ യേശു കർത്താവ് പ്രത്യേക ശ്രദ്ധയോടുകൂടെ തിരഞ്ഞെടുത്തവരാണ് അപ്പോസ്തലന്മാർ. While it is important to note that all apostles were disciples, എല്ലാ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരായിരുന്നു. students who followed Jesus and learned from his teachings, എല്ലാ അപ്പോസ്തലന്മാരും ശിഷ്യരായിരുന്നെങ്കിലും എല്ലാ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരല്ലായിരുന്നു. not all disciples were granted the status of apostles. എല്ലാ ശിഷ്യന്മാർക്കും അപ്പോസ്തോലിക ശിഷ്യർ എന്ന പദവി ലഭിച്ചിരുന്നില്ല. This select group of 12 was handpicked by Jesus himself, ഈ വിഭാഗത്തെ യേശു നേരിട്ട് തിരഞ്ഞെടുത്തതാണ്. reflecting his deep trust in their abilities and their dedication to the message he had begun.
അങ്ങനെ അവരെ നേരിട്ട് പ്രത്യേകമായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവരുടെ കഴിവിലുള്ള യേശുവിൻ്റെ വിശ്വാസവും താൻ പ്രഘോഷിച്ച സുവിശേഷത്തോട് അവർക്കുള്ള അർപ്പണ മനോഭാവവുമാണ്. Each apostle was entrusted with the responsibility of being an emissary, an ambassador. ഓരോ അപ്പോസ്തലനും ഓരോ ദൂതനായി യേശു തിരഞ്ഞെടുത്തു. Tasked with spreading the gospel, performing miracles, and laying the foundational work for what would eventually become the Christian church. സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കുന്നതിനും അതിലുപരി സമൂഹത്തെ സഭയാക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിനുമാണ് അവൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. Their commitment and leadership were crucial in carrying forth the teachings of Jesus. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടരുന്നതിൽ അവരുടെ സമർപ്പണവും അവരുടെ നേതൃത്വവും അതിപ്രധാനമായിരുന്നു. Ensuring that his message of love, of compassion, and salvation would endure beyond his earthly ministry. തൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും രക്ഷയുടെയും സുവിശേഷം തൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷവും തുടരുമെന്ന് യേശു ഉറപ്പാക്കുന്നു. Reversals of fortune profoundly impact our lives, often challenging us to confront reality. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കീഴ്മേൽ മറിച്ചിലാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തെ സാരമായി സ്പർശിക്കുന്നതും കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതുമാണ്. In addition, reversals also allow us to reassess our beliefs and change our direction. നമ്മുടെ ദിശകളെയും നമ്മുടെ ബോധ്യങ്ങളെയും പുനർനിർവചിക്കുന്നതിൽ ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കീഴ്മേൽ മറിച്ചിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. This theme is central to the teachings of Jesus in the gospel, where he constantly embodies the concept of reversal. ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കീഴ്മേൽ മറിച്ചിൽ യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും തൻ്റെ നിയോഗ വഴികളിൽ ഉടനീളവും സ്വയം അത് വെളിപ്പെടുത്തിയും ആവിഷ്കരിച്ചും കൊണ്ടിരുന്നു. The gospel message disrupts the status quo by delivering good news to the poor. നിലവിലിരിക്കുന്ന അധികാര പദവി ക്രമങ്ങളെ യേശുവിൻ്റെ സുവിശേഷം നിരന്തരം ഭഞ്ജിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. Granting freedom to the prisoners, തടവിലായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. restoring sight to the blind, കാഴ്ച അന്ധർക്ക് ഉറപ്പാക്കുന്നു. and liberating the oppressed. അടിമത്തത്തിലായിരിക്കുന്നവരെ പീഡനത്തിലായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. Throughout Jesus' life, we witness numerous instances of these reversals depicting the faithfulness of God. ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കുഴമറിച്ചിലുകളുടെ ലോകത്ത് ഭാഗ്യ നിർഭാഗ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതിലൂടെ യേശു ദൈവത്തിൻ്റെ വ്യതിചലിക്കാത്ത ഒരിക്കലും മാറ്റപ്പെടാത്ത വിശ്വസ്തതയെ വെളിപ്പെടുത്തുകയായിരുന്നു. The foundational aspects of the Christian faith are deeply rooted in the principle of transformation. രൂപാന്തരം അഥവാ പരിവർത്തനം എന്ന പ്രമാണമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശില. This idea is particularly evident in the 4 Beatitudes and the 4 woes that are emphasized in today's scripture. നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന മഹാസന്തോഷത്തിൻ്റെ വ്യാക്ഷേപങ്ങൾ അഥവാ ഭാഗ്യവർണ്ണനകൾ, മഹാവ്യസനത്തിൻ്റെ വ്യാക്ഷേപങ്ങൾ, അതിൽ ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. Highlighting the significant role of reversals in spiritual growth and understanding. ഒരു പുതിയ അറിവിനും മാറ്റത്തിനും ഈ വിധത്തിലുള്ള ഒരു കീഴ്മേൽ മറിച്ചിൽ സുപ്രധാനമാണ്. Now let's take a look at today's context. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൻ്റെ ആ പരിസരം, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് ശ്രദ്ധിക്കാം. During the Sermon on the Plain, various groups within the audience had distinct purposes and levels of engagement. യേശുവിൻ്റെ സമതല പ്രസംഗം കേൾക്കാൻ എത്തിയവരിൽ
പല ജീവിതാവസ്ഥകൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും പല നിലകളിലും പല വിധത്തിലുമാണ് ഈ സമതല പ്രസംഗത്തിൽ പങ്കാളികളായത്. The general group primarily gathered in hopes of healing. വലിയൊരു വിഭാഗം ആളുകൾ പ്രധാനമായും സൗഖ്യം, ശാരീരിക ക്ഷേമം ലക്ഷ്യമാക്കി എത്തിയവരാണ്. Focusing on their immediate needs. അവരുടെ താൽക്കാലികമായ ആവശ്യങ്ങളിലായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവനും. In contrast, the disciples were more attentive, seeking a deeper understanding of Jesus' teachings to incorporate them in their own lives. എന്നാൽ സൗഖ്യം ആഗ്രഹിച്ചു വന്ന മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു രണ്ടാമത്തെ വിഭാഗം. അവർ യേശുവിൻ്റെ പഠിപ്പിക്കലിനെ കൂടുതൽ ആഴത്തിൽ അറിയാനും അത് ജീവിതത്തിൽ സ്വാംശീകരിക്കാനും ആഗ്രഹിച്ചു വന്നവരാണ്. Meanwhile, the apostles listened more intently than the disciples and observed Jesus' actions closely. എന്നാൽ മൂന്നാമത്തെ വിഭാഗമായ അപ്പോസ്തലന്മാർ കുറെ കൂടെ ആഴത്തിൽ യേശുവിൻ്റെ വചനം ശ്രദ്ധിക്കാനുള്ള ജാഗ്രതയും അർപ്പണവും കാണിക്കുന്നുണ്ട്. As they were expected to emulate Jesus' examples in their future endeavors. അവരുടെ ഭാവി നിയോഗ വഴികളിൽ യേശുവിനെ തന്നെ മാതൃകയായി അനുകരിക്കണമെന്ന ആത്യന്തിക ലക്ഷ്യത്തോടെയാണ് ഈ അപ്പോസ്തലന്മാർ അവിടെ എത്തിയത്. Every Christian community has a vibrant crowd, and among them dedicated disciples and apostles. ഏതൊരു ക്രിസ്തീയ കൂടിവരവുകളിലും ഈ മൂന്ന് വിഭാഗം ആളുകളെയും നമുക്ക് കാണാം. ചിലർ ആൾക്കൂട്ടമായിരിക്കും, ചിലർ ശിഷ്യന്മാരായിരിക്കും, ചിലർക്ക് അപ്പസ്തോലിക മനസ്സുള്ളവരായിരിക്കും. I need to ask you a question. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. Which crowd do we consciously desire to be? ഈ മൂന്ന് വിഭാഗങ്ങളിൽ ആരോട് സമരാകാനാണ് നാം ബോധപൂർവം ആഗ്രഹിക്കുന്നത്? Do we aim to blend in the crowd? നാം ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാനാണോ ആഗ്രഹിക്കുന്നത്? Seeking to fulfill our own wants and needs without a true commitment to letting the word of God transform all aspects of our lives? നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അടിമുടി അഴിച്ചു പണിയുന്ന ദൈവവചനത്തിൻ്റെ കരുത്തും ശക്തിയും ശ്രദ്ധിക്കാതെ നമ്മുടെ താൽക്കാലികമായ ആവശ്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി എത്തുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണോ നമ്മൾ? Or is our aspiration to be a disciple? അതോ ഒരു ശിഷ്യനാവാനുള്ള മനസ്സാണോ നമുക്കുള്ളത്? Are we ready to continuously examine our thoughts and our actions, considering how we live up to our commitment to follow Jesus the Christ? യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നിരന്തരം വിചിന്തനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? Are we gathering for worship to learn how to apply Jesus' teachings to our own lives? നാം ഒരുമിച്ച് കൂടി വരുന്നത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാനും അത് പ്രയോഗപദത്തിൽ എത്തിക്കാനുമാണോ? Do we feel the call to embody Jesus' teachings and participate in the same ministry functions that he did? ജീവിതത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആവിഷ്കരിക്കാനും യേശുവിൻ്റെ പ്രഘോഷണ ബോധന ശുശ്രൂഷകൾ തുടരാനുമാണോ നാം ആഗ്രഹിക്കുന്നത്? Such as teaching and proclaiming the gospel, the good news of an unconditional love, of compassion, and of mercy. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം യാതൊരു ഉപാധികളുമില്ലാത്ത സ്നേഹവും മനസ്സലിവുമായിരുന്നു. As the three groups gathered to hear Jesus' sermon, they encountered Luke's profound insight into Jesus' purpose and mission. വിശുദ്ധ ലൂക്കോസ് വിവരിക്കുന്നതനുസരിച്ച് അവിടെ ചേർന്നു വന്ന മൂന്ന് വിഭാഗവും യേശുവിൻ്റെ ഉദ്ദേശ്യവും യേശുവിൻ്റെ നിയോഗവും ഏതാണ്ട് മനസ്സിലാക്കി. The message, friends, reverberated with the essence of Jesus' declaration in Luke 4:16-18. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 18 വരെ പറഞ്ഞിരിക്കുന്ന നസ്രയത്തിലെ യേശുവിൻ്റെ പ്രഘോഷണം പ്രതിധ്വനിക്കുന്നതായിരുന്നു യേശുവിൻ്റെ ഉപദേശങ്ങൾ മുഴുവനും. Where he read from the scroll of the prophet Isaiah, affirming that God sent him to bring good news to the poor,
proclaim release to the captives, യേശു നസറേത്തിൽ പ്രസംഗിച്ച യെശയ്യാവിൻ്റെ ചുരുളനുസരിച്ച് യേശുവിൻ്റെ നിയോഗം എന്നത് ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്ന പീഡിതർക്ക് സുവിശേഷം അറിയിക്കുന്ന ഒന്നായിരുന്നു. restoring sight to the blind, കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച നൽകുന്നതാണ്. and proclaiming release to the captives. അടിമകൾക്ക് അത് സ്വാതന്ത്ര്യവും വിടുതലും നൽകുന്നതാണ്. In this Sermon on the Plain, Jesus shines a light on the real conditions people endure. യേശുവിൻ്റെ സമതല പ്രസംഗം മനുഷ്യന്റെ അനുദിന പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. Poverty, ദാരിദ്ര്യം, sorrow, ദുഃഖം, hunger, വിശപ്പ്, and marginalization. പ്രാന്തിതാവസ്ഥ. This powerful focus sets the Sermon on the Plain apart from the Sermon on the Mount. സമതല പ്രസംഗത്തിന്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ നിന്നും ഉള്ളടക്കപരമായി സാരമായ വ്യത്യാസം ഈ സമതല പ്രസംഗത്തിനുണ്ട്. Which through Matthew's lens emphasizes the beauty of piety through mourning, meekness, mercy, and peacemaking. പർവ്വത പ്രസംഗം അനുസരിച്ച് ഭക്തി അഥവാ ആസ്തികത്വം എന്ന് പറയുന്നത് വിലാപത്തിലൂടെയും സൗമ്യതയിലൂടെയും സമാധാനം സൃഷ്ടിക്കുന്നതിലൂടെയുമാണ് ആവിഷ്കരിക്കേണ്ടതെന്ന് വിശുദ്ധ മത്തായി വിശ്വസിക്കുന്നു. In the Gospel of Luke, Jesus' mission is characterized as prophetic. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിന്റെ നിയോഗത്തിന് പ്രവാചക സ്വഭാവമാണുള്ളത്. Significantly transforming the experiences of those who believe in and follow him. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തെ അടിമുടി പുതുക്കി പണിയുന്നതാണിത്. While addressing spiritual matters. ഇതിന്റെ അർത്ഥം യേശുവിന് ആത്മീക വിഷയങ്ങളിൽ താല്പര്യമില്ലായിരുന്നു എന്നല്ല. The message conveyed in his sermons was directed toward individuals he selected to participate in the kingdom of God. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ യേശു നേരിട്ട് വിളിച്ച ഒരു ജനക്കൂട്ടത്തോടാണ്, ഒരു സമൂഹത്തോടാണ് യേശു ഇങ്ങനെ സംസാരിക്കുന്നത്. Emphasizing the importance of living in accordance with his teachings as disciples. ശിഷ്യന്മാരെന്ന നിലയിൽ യേശുവിൻ്റെ ഉപദേശത്തിനും പഠിപ്പിക്കലിനും അനുരൂപമായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഊന്നി പറയുന്നുണ്ട്. As well as those who responded to the call of apostleship. ഇതോടൊപ്പം തന്നെ ഇതേ ശക്തിയോടെയും പ്രാധാന്യത്തോടെയുമാണ് അപ്പോസ്തലന്മാരോടും തൻ്റെ നിയോഗത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. Although circumstances such as poverty, hunger, ഇതിൻ്റെ ഒരു ദാരിദ്ര്യം, വിശപ്പ് തുടങ്ങിയ ഭൗതിക പരിസരങ്ങൾ, sadness and marginalization പാർശ്വവൽക്കരണവും മ്ലാനതയും are not inherently blessed. അത് അതിൽ തന്നെ ഒരു ഭാഗ്യാവസ്ഥയാണെന്ന് യേശു കരുതുന്നില്ല. Jesus' proclamation of blessedness in these states promises future glory. യേശു ഇവിടെ പറയുന്ന അനുഗ്രഹീതാവസ്ഥ എന്നത് അതിനൊരു ഭാവികാല സാധ്യതയും മാനവുമുണ്ട്. This future would come to fruition as Jesus' teachings are enacted and lived out by his followers. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുന്നവരുടെ സമർപ്പിതമായ നിയോഗത്തിലൂടെയാണ് ഈ ഭാഗ്യവർണ്ണനകളിൽ വിവക്ഷിച്ചിരിക്കുന്ന ഭാഗ്യാവസ്ഥ ലോകത്തിൽ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത്. What should we truly understand from this? ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? Is it merely a shift of wealth and resources? വിഭവങ്ങളിൽ നിന്നും ധനത്തിൽ നിന്നും മാറി നിൽക്കുന്ന, അതിൽ നിന്നും വ്യതിചലിക്കുക എന്നത് മാത്രമാണോ യേശു ഉദ്ദേശിക്കുന്നത്? Is Jesus suggesting that he wants to elevate the poor and diminish the rich? ഇതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ദരിദ്രരെ ഉയർത്തുക എന്നതും സമ്പന്നരെ ക്ഷയിപ്പിക്കുക എന്നതുമാണോ? If that's the case, what follows? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? Do the newly affluent become impoverished while the newly impoverished gain riches?
അടുത്ത കാലത്ത് ധനികരായിരിക്കുന്നവർ അവർ ക്ഷയിച്ച് ദരിദ്രരാകുമെന്നും അടുത്ത കാലത്ത് ദരിദ്രരായിരിക്കുന്നവർ അവർ സമ്പന്നരാകും എന്നാണോ യേശു ഉദ്ദേശിക്കുന്നത്? Does Jesus hold a deeper affection for the hungry over those who have their fill? യേശുവിന് വിശന്ന് വിഷമതയിലായിരിക്കുന്നവരോടാണോ അതോ ഭക്ഷിച്ച് തൃപ്തരായിരിക്കുന്നവരോടാണോ കൂടുതൽ താല്പര്യം? Does Jesus prefer our existence marred by heartbreak and despair? ഹൃദയവേദനയും നിരാശയും നമ്മുടെ ജീവിതത്തിനും നിലനിൽപ്പിനും അസ്തിത്വത്തിനും ക്ഷതം വരുത്തണമെന്നും കേടുവരുത്തണമെന്നും യേശു ആഗ്രഹിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? Is there no space for joy or laughter in our lives? സന്തോഷത്തിനും ആഹ്ലാദത്തിനും യാതൊരു സ്ഥാനവും ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ല എന്നാണോ യേശു പറയുന്നത്? No room for a hearty meal? ഒരു നല്ല രുചികരമായ ഒരു സദ്യയ്ക്ക് പോലുമുള്ള ഒരു സ്ഥാനം ആത്മീക ജീവിതത്തിൽ ഇല്ലെന്നാണോ യേശു പറഞ്ഞു വെക്കുന്നത്? Such notions seem illogical. അത്തരത്തിലുള്ള ധാരണകൾ യാതൊരു യുക്തിയുമുള്ളതല്ല. They just don't add up. അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് യുക്തിസഹമായ ഒരു വിശദീകരണവും നൽകുക എളുപ്പമല്ല. So if that's not the intent behind Jesus' message, then what is it? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല യേശുവിൻ്റെ താല്പര്യമെങ്കിൽ പിന്നെ എന്താണ് യേശു ഈ വേദഭാഗത്ത് ഉദ്ദേശിക്കുന്നത്? Today, what resonates within you? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് തരം ചിന്തകളാണ് പ്രതിഫലിക്കുന്നത്? As you reflect on his words as we seek to live into the kingdom of God. ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ന നിലയിൽ യേശുവിൻ്റെ സമതല പ്രസംഗം നമ്മളിൽ എന്ത് അനുരണനങ്ങളാണ് സൃഷ്ടിക്കുന്നത്? We must recognize that Jesus' words transcend materialism. കേവലമായ ഭൗതിക ആസക്തികളെ അതിജീവിക്കുന്നതാണ് യേശുവിൻ്റെ ഈ പ്രബോധനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ. Our existence and the world around us encompass far more than what we can physically possess, utilize, or consume. നമുക്ക് കൈവശമാക്കാവുന്നതും ഉപയോഗിക്കാവുന്നതും ഉപഭോഗിക്കാവുന്നതുമായ കാര്യങ്ങളെക്കാൾ എത്രയോ വലുതാണ് നമ്മളും നമ്മുടെ ചുറ്റിൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകവും. At the same time, we shouldn't dilute his message to the extent that it loses its capacity to inspire and provoke us. നമ്മെ പ്രകോപിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ദൈവവചനത്തിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന വിധത്തിൽ ദൈവവചനത്തിൽ മായം ചേർത്ത് ദൈവവചനത്തെ തന്നെ വന്ധ്യംകരിക്കരുത്. To inspire and provoke us to adopt fresh perspectives and live more intentionally within the transformational grace of God. Hallelujah. ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ഈ ലോകത്തിലെ ഇടപെടലുകളിൽ കുറച്ചുകൂടെ ബോധപൂർവം പങ്കാളികളാകുവാൻ നമ്മെ സഹായിക്കുകയും നമ്മെ സജ്ജരാക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. This perspective in living in the kingdom presents and suggests that Jesus does not differentiate between spiritual and material needs or between spiritual and material abundance. യേശുവിൻ്റെ സമതല പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം: യേശു ആത്മീക ആവശ്യത്തെയും ഭൗതിക ആവശ്യത്തെയും ആത്മീക സമൃദ്ധിയെയും ഭൗതിക സമൃദ്ധിയെയും വേർപിരിച്ച് കാണുന്നില്ല. This view that I share with you this day argues that both aspects are essential and interrelated. ആത്മീയവും ഭൗതികവുമായ അനുഭവങ്ങളും വിഷയങ്ങളും പരസ്പരം ബന്ധിതമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതവുമാണ്. Acknowledging that Jesus, being fully human and fully divine, experiences various needs similar to those of every individual. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ ഓരോരുത്തരെയും പോലെ തന്നെ ആത്മീയവും ഭൗതികവുമായ പ്രതിസന്ധികൾ യേശു നേരിട്ടതാണ്. കാരണം അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. Jesus embodies both body and soul just as all people do. നമ്മൾ എല്ലാവരെയും പോലെ തന്നെ യേശുവിനും ഉണ്ടായിരുന്നു ശരീരവും ആത്മാവും. Consequently, our lives reflect a complex interplay of needs, some fulfilled
while others unfulfilled. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ടതും പൂർത്തീകരിക്കപ്പെടാത്തതുമായ ആഗ്രഹങ്ങളും മോഹങ്ങളും വല്ലാതെ കൂടിക്കുഴഞ്ഞു കിടപ്പുണ്ട്. Within each individual, there exists a blend of thriving. നമ്മളിൽ ഓരോരുത്തരിലും അനുദിനം തഴച്ചു വളരുന്ന ചില ജീവിത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഉണ്ടാവാം. And abundant elements alongside those lacking or in distress. ഒരു വശത്ത് അനുദിനം തഴച്ചു വളരുന്ന സന്തോഷപ്രദമായ കാര്യങ്ങൾ ഉള്ളപ്പോൾ വല്ലാതെ ചോർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളും അതേ സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. This understanding emphasizes that a singular state does not define human experience. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സന്തോഷമായാലും നിരാശയായാലും ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവം വെച്ച് ജീവിതത്തെ മുഴുവനായി അളക്കാൻ നാം ശ്രമിക്കരുത്. But rather simultaneously encompasses richness and emptiness. നിറവും ഇല്ലായ്മയും ഒരേ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. That's why, people of God, the blessings and woes of today's gospel അതുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന അനുഗ്രഹീതാവസ്ഥയും മഹാവ്യസനവും സുപ്രധാനമായി തീരുന്നത്. should not be seen as a final judgment or a mere system of reward and punishment. ഈ അനുഗ്രഹീതാവസ്ഥയെക്കുറിച്ചും മഹാ ആധിയെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ അതിനെ ഒരു അന്ത്യ ന്യായവിധിയായോ അല്ലെങ്കിൽ പ്രതിഫലവും ശിക്ഷ എന്ന ഒരു സമ്പ്രദായമായോ നാം തെറ്റിദ്ധരിക്കരുത്. The blessings and the woes are in fact complementary, reflecting God's affirmation of where and how we seek meaning in our lives. ജീവിതത്തിൽ എങ്ങനെയാണ്, എപ്പോഴാണ് ജീവിതത്തിൻ്റെ പൊരുളും അർത്ഥവും അന്വേഷിക്കേണ്ടത് എന്നതിന് ദൈവം നൽകുന്ന സ്ഥിരീകരണമായി വേണം ഈ മഹാസന്തോഷത്തെയും മഹാവ്യസനത്തെയും നാം മനസ്സിലാക്കേണ്ടത്. Isn't that what we desire? അതൊക്കെ തന്നെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്? Isn't that why we gathered here today? അതിനല്ലാതെ പിന്നെ മറ്റെന്തിനാണ് നാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്? This deep yearning for meaning is evident in the priorities we set and the choices we make. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ മുൻഗണനകളിലും ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാനുള്ള അദമ്യമായ ആഗ്രഹം പ്രതിഫലിക്കുന്നുണ്ട്. It fuels our existence. അത് നമ്മുടെ അസ്തിത്വത്തെ സജീവമാക്കുകയും നമ്മുടെ ഉണ്മയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. Jesus' response to our quest for a life filled with significance and value. ജീവിതത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും അന്വേഷിച്ചുള്ള നമ്മുടെ യാത്രയോടുള്ള, നമ്മുടെ അന്വേഷണങ്ങളോടുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് സമതല പ്രസംഗം. Is every blessing and woe, every yes and no. എല്ലാ അനുഗ്രഹാവസ്ഥകളും എല്ലാ നിർഭാഗ്യാവസ്ഥകളും എല്ലാ ഊവും എല്ലാ ഇല്ല എന്നതും ഇതിൻ്റെ തന്നെ തുടർച്ചയും പ്രതിഫലനവുമാണ്. Just as a loving parent offers approval and boundaries grounded in love and aimed at the child's well-being, so does God, our Father, guide us. സ്നേഹസമ്പന്നരായ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്ന അനുവാദവും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും അവരുടെ നന്മയ്ക്കും അവരുടെ വൈകാരിക സൗഖ്യത്തിനുമാണ് എങ്കിൽ അതുപോലെയാണ് സ്നേഹസമ്പന്നനായ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും. Therefore, living in the kingdom of God, in this precious relationship with our Creator, recognizes that our lives are a mixture of needs. സ്രഷ്ടാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ഈ വേദഭാഗത്തെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: നമ്മുടെ ജീവിതം എന്നത് നിറവിൻ്റെയും ഇല്ലായ്മയുടെയും മിശ്രിതമാണ്. Some met and some unmet. ചിലത് പൂർത്തീകരിക്കപ്പെട്ടത്, ചിലത് പാഴായിപ്പോയത്. Within each of us, there are parts of our lives that are rich and full and abundant, and others that are empty, broken, and grieving. നമ്മുടെ ഉള്ളിൽ തന്നെ സമൃദ്ധമായതും നിറവുള്ളതുമായ അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തകർന്നതും നഷ്ടപ്പെട്ടതും ദുഃഖകരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമുണ്ട്. People of God,
It's not one or the other, but both at the same time. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുക എന്നതിനപ്പുറമായി ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ദൈവജനമേ നിങ്ങൾ അറിയണം. Therefore, the statements made by Jesus regarding woes should not be interpreted as a total condemnation of wealth. അതുകൊണ്ട് തന്നെ മഹാവ്യഥകളെക്കുറിച്ചും വ്യസനത്തെക്കുറിച്ചുമുള്ള ഈ വേദഭാഗത്തെ പരാമർശങ്ങൾ എല്ലാ ഭൗതിക സന്തോഷങ്ങളുടെയും സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും സമ്പൂർണ്ണ നിരാസമാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. It should not be interpreted as a condemnation of sufficient food resources or happiness or a good reputation. നല്ല പദവിയും സന്തോഷവും നല്ല ആഹാരവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ഇത് നിഷേധിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. Rather, Jesus issued a warning to individuals who find themselves in fortunate circumstances. അനുഗ്രഹീത പരിസരങ്ങളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യർക്കുള്ള പ്രത്യേകമായ ചില ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് യേശു ഈ ഭാഗത്ത് ശ്രമിക്കുന്നത്. Emphasizing that they have a responsibility to act differently. അവർക്ക് സവിശേഷമായ ഒരു ഉത്തരവാദിത്വമുണ്ട്, വ്യത്യസ്തമായി ജീവിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. Specifically, those who are wealthy are encouraged to share their resources. സാമ്പത്തിക സമൃദ്ധി അനുഭവിക്കുന്നവർക്ക് തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ തങ്ങളുടെ കാരണങ്ങൾ കൊണ്ടോ ദരിദ്രരായവരുമായി തങ്ങളുടെ വിഭവങ്ങളെ പങ്കിടാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. To share their resources with those who are less fortunate. തങ്ങളുടെ പോലെ തന്നെ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാത്തവർക്ക് തങ്ങളുടെ സന്തോഷങ്ങളെ വിഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. Individuals with adequate or abundant food are called to assist those who are hungry by sharing their provisions. സാമ്പത്തിക സമൃദ്ധി പോലെ തന്നെ ആഹാര സമൃദ്ധി, ഭക്ഷ്യ സമൃദ്ധി ഉള്ളവരും വിശക്കുന്നവർക്ക്, ദരിദ്രരായിരിക്കുന്നവർക്ക് തങ്ങളുടെ ഭക്ഷണ സാധനങ്ങളെ പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. Likewise, those experiencing happiness are urged to support and attend to the emotional needs of those facing sorrow. നിരാശയിലൂടെയും വൈകാരിക അതൃപ്തിയിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരോട് സന്തോഷ സമൃദ്ധി അനുഭവിക്കുന്നവർക്കും ഒരു പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. Furthermore, individuals with good reputations are expected to utilize their status to help those who are navigating challenging situations. യശസ്സുള്ള കീർത്തിയുള്ള പദവികൾ ഉള്ളവർ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയാത്തവരോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ബുദ്ധിമുട്ടുന്നവരോ ആയ മനുഷ്യരോട് അവർക്കും ഒരു പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. This perspective highlights the importance of social responsibility and community support among those who are in privileged positions. സവിശേഷമായ പദവിയും സ്ഥാനവുമുള്ള മനുഷ്യർക്ക് അവർക്ക് പ്രത്യേകമായ ഒരു സാമൂഹിക ഉത്തരവാദിത്വവും അവരുൾപ്പെടുന്ന സമൂഹത്തോട് പ്രത്യേകമായ ഒരു പ്രതിബദ്ധതയും ഉണ്ടാവണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. Therefore, siblings in the faith, when we find ourselves too comfortable, വിശ്വാസത്തിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങൾ വല്ലാതെ തൃപ്തരായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ, when we find ourselves too satisfied, കൂടുതൽ തൃപ്തിയുള്ളവരാണ് എന്ന് സ്വയം കരുതുമ്പോൾ, when we find ourselves too secure, കൂടുതൽ സുരക്ഷിതരാണെന്ന് തോന്നുമ്പോൾ, whether spiritually, emotionally, or materially, അത് ആത്മീകമായിരുന്നാലും ഭൗതികമായിരുന്നാലും വൈകാരികമായിരുന്നാലും, it's crucial to remember the message of Jesus. യേശുവിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട്. This is not the way. ഇതല്ല നമ്മുടെ വഴി. It's not that we cannot enjoy riches. അതിൻ്റെ അർത്ഥം യാതൊരു തരത്തിലുള്ള ഭൗതിക അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ നമുക്ക് അവകാശമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. It is not that we cannot enjoy fulfillment or happiness. സന്തോഷവും തൃപ്തിയും പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. But rather that we risk becoming self-satisfied. യാതൊരു നിയന്ത്രണവുമില്ലാത്ത സ്വയം സംതൃപ്തിയിൽ ആസക്തരാകരുത് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. We may mistakenly believe we've achieved everything and arrived at our destination. എല്ലാം നേടിയെന്നും
ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നും നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. The danger lies in how this mindset can shrink our lives into a self-contained bubble. ഈ ചിന്താഗതിയുടെ വലിയ അപകടം എന്ന് പറയുന്നത് ഇത് നമ്മെ നമ്മൾ മാത്രമുള്ള നീർപ്പോളകളിലേക്ക്, കുമിളകളിലേക്ക്, അങ്ങനെ ഒരു ലോകത്തേക്ക് വല്ലാതെ നമ്മളെ ചുരുക്കിക്കളയും. We who are called to experience the transformation of the Spirit of God in every aspect of our lives, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മിൽ ഉളവാക്കുന്ന രൂപാന്തരം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. we close ourselves to new meanings, fresh ways of living, and deeper connections with those around us. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയുടെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് എല്ലാ പുതിയ അർത്ഥസാധ്യതകളുടെ നേരെയും എല്ലാ പുതിയ വഴികളുടെ നേരെയും നമുക്ക് ചുറ്റിലുമുള്ള മനുഷ്യരോട് അഗാധമായ ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ഒക്കെ നേരെ വാതിലടച്ചു കളയും എന്നതാണ് ഈ ചിന്തയുടെ അപകടം. We may overlook the importance of loving our neighbors or working towards meaningful change that impacts for the good the lives of others. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ സാരമായി സ്വാധീനിക്കാനും രൂപാന്തരപ്പെടുത്താനുമുള്ള നമ്മുടെ വിളിയെയും നിയോഗത്തെയും ഒരു പക്ഷേ വിട്ടുകളയാനോ വിസ്മരിച്ചു കളയാനോ ഉള്ള സാധ്യതയും ഈ ചിന്താഗതിക്കാർക്ക് ഉണ്ടാകാം. Let us be aware of the moment we start to believe that our needs are limited to the material world. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കേവലം ഭൗതികമായ കാര്യങ്ങളിലേക്ക് നാം പരിമിതപ്പെടുത്തരുത്. Let us not fall into the trap of thinking we have no desire for growth and transformation. ഇനി രൂപാന്തരവും വളർച്ചയും ആവശ്യമില്ല എന്ന ഒരു ചിന്താക്കെണിയിലേക്ക് നാം വീണു പോകരുത്. In the profound gift of the reversals found in both blessings and woes, അനുഗ്രഹാവസ്ഥയെക്കുറിച്ചും വ്യസനാവസ്ഥയെക്കുറിച്ചുമുള്ള ഈ വിവരണങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയെ കുറിച്ചുള്ള ഒരു സാധ്യതയാണ്. in the embrace of yes and no, അത് സാധിക്കുന്നത് ഊവ പറയേണ്ടിടത്ത് ഊവ എന്നും ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്നും പറയുന്നതിലൂടെയാണ്. we are called to experience the unwavering faithfulness of God. ആർക്കും ഇളക്കാനോ മാറ്റാനോ കഴിയാത്തതായ ദൈവത്തിന്റെ ആത്യന്തിക വിശ്വസ്തതയുടെ പ്രതിഫലനമാണത്. These moments invite us into a life rich with authenticity and meaning. കുറച്ചുകൂടെ അർത്ഥവും ആധികാരികതയും വിശ്വസനീയതയുമുള്ള ഒരു ജീവിതത്തിനായിട്ടാണ് ഈ സമതല പ്രസംഗം നമ്മെ ക്ഷണിക്കുന്നത്. Resonating with the lives of all who have come before us, those both in our past and those in our present. കഴിഞ്ഞ കാലത്തും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിത ക്രമമാണത്. Through these transformations and within God's faithfulness, we find life and strength. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമായി വരുന്ന ഈ ഒരു വലിയ ഭാഗ്യാവസ്ഥ എന്നത് മരണത്തിന്റെ മധ്യത്തിൽ ജീവൻ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. We find life amid death. മരണത്തിന്റെ സന്ദർഭത്തിൽ ജീവനെ കണ്ടെത്താൻ സഹായിക്കുന്നു. We find light within darkness. അന്ധകാരത്തിൽ വെളിച്ചം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. And recognize our humanity as the sacred space where God invests his life, love, concern and actions. ദൈവത്തിന്റെ കരുതലും പ്രവർത്തനവും കരുണയും മനസ്സലിവും എല്ലാം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യവംശമെന്ന യാഗപീഠത്തിലാണ്. People of God reflect the faithfulness of God in this world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത പ്രതിഫലിപ്പിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. We strive to love our enemies. നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. Do good to those who hate us. നമ്മെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യാൻ നാം ശ്രമിക്കുന്നു. Bless those who curse us. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ നാം ശ്രമിക്കുന്നു. And pray for those who abuse us. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുന്നു. While we may not always succeed, ഒരുപക്ഷേ നാം അതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് വരില്ല. the desire to love, do good, bless and pray resides within us. എങ്കിലും പ്രാർത്ഥിക്കാനും സഹായിക്കാനും
കരുതാനുമുള്ള ആ വലിയ ഉത്കടമായ ആഗ്രഹം, അഭിനിവേശം നമ്മിൽ അപ്പോഴും ബാക്കിയുണ്ടാവും. It is important to note, അതുകൊണ്ട് നാം ഇത് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. we do not become the children of the Most High നാം അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നത് by perfectly embodying these actions. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ അല്ല എന്ന് നാം ഓർക്കണം. Rather, when we strive to love, when we strive to do good, when we strive to bless and pray, എന്നാൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതും ഒക്കെ അതിനൊക്കെ ശ്രമിക്കുമ്പോൾ, because we have been saved by the redeeming blood of Jesus Christ, യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്തം അതിന് നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ് നാം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. You and you are already called to be the manifestation of the body of Christ. യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ നിദർശനങ്ങളും ഉദാഹരണങ്ങളുമാണ് ഈ പന്തലിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. Embraced by the abundance of God's grace and empowered by the indwelling power of the Holy Spirit. ദൈവത്തിന്റെ സമൃദ്ധമായ കൃപയുടെ ആവാസവും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരവുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി, സൽകൃത്യങ്ങൾക്കായി നമ്മെ സജ്ജരാക്കുന്നത്. Jesus' sermon continues to challenge us, യേശുക്രിസ്തുവിന്റെ പ്രസംഗം നമ്മെ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. urging those who follow his teachings and those called to carry out his work in the world embrace a different perspective. വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തിനായിട്ടാണ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ ഗൗരവമായി എടുക്കുന്നവരും യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതുമായ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ലക്ഷ്യവുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. I wish to finish with this thought. ഈ ഒരു വിചാരം കൊണ്ട് ഞാൻ ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ. While we recognize that the kingdom of God Jesus proclaimed has not yet reached its fullness, യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പ്രഖ്യാപിച്ച ദൈവരാജ്യം അതിന്റെ എല്ലാ നിറവോടും കൂടെ ഇതുവരെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. we must have faith in God's power to bring Jesus' vision to life and eagerly accept his invitation to be a part of that incredible journey. എന്നാൽ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം പ്രഖ്യാപിച്ച ദൈവരാജ്യം അത് ഈ ഭൂമിയിൽ നടത്താനുള്ള സർവശക്തനായ ദൈവത്തിന്റെ നിയോഗത്തിലേക്കും ആ അത്ഭുതകരമായ അതിശയകരമായ യാത്രയിലേക്കുള്ള ക്ഷണവും നാം സ്വീകരിക്കേണ്ട സമയമായി. May the grace of our Lord and Savior Jesus the Christ, ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകട്ടെ. the love of the living God, ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹം, and the communion of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ ആവാസവും സഹവാസവും be with you today and always. നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Amen. ആമേൻ.